ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന മറ്റൊരു ഫെസ്റ്റിവൽ ഉണ്ടെന്ന്. ഒരുപാട് റിലീജിയസ് ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടെങ്കിലും ഓണം എന്ന് പറയുന്നത് പൂക്കളങ്ങൾ, ഓണസദ്യ, പുലികളി, തിരുവാതിര എന്നീ ആഘോഷങ്ങൾക്കപ്പുറമാണ്. അത് ഒരുമയുടെ, സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കള്ളവും ചതിയും ഇല്ലാത്ത, എല്ലോളം പൊളിവചനമില്ലാത്ത മഹാബലി ചക്രവർത്തിയുടെ സുവർണ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കേരളത്തിൽ നിന്നും ഏഴാം കടലിനക്കരെ വന്നിവിടെ ജീവിക്കുമ്പോഴും മലയാണ്മയിലേക്ക്, ഗൃഹാതുരത്വത്തിലേക്ക്, ഓർമ്മകളിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കുന്ന ഒരു കൾച്ചറൽ മാഗ്നറ്റ് ആണ് ഓണം. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണല്ലോ നമ്മുടെ കാരണവന്മാർ പറയാറ്. കാണം എന്നാൽ വസ്തു, പണം എന്ന് മാത്രമല്ല അർത്ഥം. ഇവിടെ ഈ അമേരിക്കയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണം എന്നത് ഞാൻ വിശ്വസിക്കുന്നത് സമയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഷ്യസ് ആയ ഇവിടുത്തെ കാര്യമാണ് സമയം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കറിയാം, ജോലി തിരക്കുകള്, കുട്ടികളുടെ കാര്യങ്ങള്, സ്കൂൾ ഓപ്പണിങ്, അങ്ങനെ മൊത്തം തിരക്ക് പിടിച്ച ഒരു സമയമാണ് ഓണാഘോഷം. തിരുവാതിര പ്രാക്ടീസിനൊക്കെ നമ്മുടെ നേഴ്സ് ചേച്ചിമാരൊക്കെ വരുന്നത് ഇട്ട യൂണിഫോമിലാണ് വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അത്രയ്ക്കുണ്ട് എഫോർട്ട്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ എഫേർട്ടൊക്കെ എടുക്കുന്നത് നമ്മുടെ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് പകരാനായിട്ടുള്ള ഒരു സുവർണ അവസരമായതുകൊണ്ട് കൂടെയാണ്. എങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നമ്മുടെ ആതിഥേയ രാജ്യത്ത് അവരുടെ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് അങ്ങേയറ്റം ഉത്തരവാദിത്തത്തോടെ സമയബന്ധിതമായി ചെയ്യേണ്ടതാണ് എല്ലാ ആഘോഷങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കൾച്ചറൽ ഇവന്റ്സിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ഓണം. ചോദ്യം ചോദിച്ചാലോ? ഓണം റിലേറ്റഡ്, ഓണം ട്രിവിയ. ഹു ഈസ് ഇൻട്രസ്റ്റഡ്? ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ഉത്തരം പറയുന്നവർക്ക്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് പുലികളി? ആദ്യമേ ഹാൻഡ്സ് റൈസ് ചെയ്യണം കേട്ടോ, നമ്മൾ അത്രേ ഉത്തരം പറയാവുള്ളൂ, വിളിച്ചു പറയരുത്. ഏത് ജില്ലയിലാണ് പുലികളി നടത്തുന്നതിന് ഏറ്റവും പ്രശസ്തമായത്? Which district in Kerala is most famous for പുലികളി? ആരെങ്കിലും ചോദിക്കോ? മൈക്ക് കൊടുക്കോ? ചോക്ലേറ്റ് കൊടുക്കൂ പ്ലീസ്. റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓണക്കാലത്ത് നടത്തുന്ന പ്രശസ്തമായ വള്ളംകളി മത്സരം ഏത്? Which is the famous വള്ളംകളി boat race held during Onam season? You should say the whole name. Yes, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. One more chocolate. ഇനി മൂന്നാമത്തത്, ഏത് സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രശസ്തമായത്? Which place is famous for അത്തച്ചമയം? മമ്മി അറിയോ? അല്ല, കറക്റ്റ് ആൻസർ. താങ്ക് യു. ഇനി ഒരു സ്പെഷ്യൽ ചോദ്യം, മഹാബലിയുടെ മകന്റെ പേരെന്താണ്? What is the name of Mahabali's son? ആർക്കെങ്കിലും അറിയോ മഹാബലിയുടെ മകന്റെ പേര്? സൺ ഓഫ് മാവേലി എന്നൊന്നും പറയത്തില്ല. മഹാബലി ജൂനിയർ. മഹാബലി ജൂനിയർ. No, it's not. Of course he is the junior Mahabali, but there is actual name for Mahabali's son. ആർക്കും അറിയില്ല? ക്രിസ് മാസ്റ്റർക്കാണോ ചോക്ലേറ്റ്? പറയൂ. എന്താ? അല്ല, ഫ്ലാദറുമായിട്ട് മഹാബലിക്ക് ബന്ധമുണ്ട്. മഹാബലിന്റെ മുത്തച്ഛനാണ്. പക്ഷെ മകൻ, അപ്പോ മഹാബലിയുടെ മകന്റെ പേര് ബാണാസുരൻ. Okay, continuous question continues. Okay. ഇനി മഹാബലിയുടെ യഥാർത്ഥ പേര് ആർക്കും അറിയില്ല? മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണെന്ന്? റിയൽ നെയിം ഓഫ് മഹാബലി. എനിവൺ നോസ്? പറയൂ. മഹാബലിക്ക് തന്നെ കൊടുക്കും ക്വസ്റ്റ്യൻ. എങ്കിലും ഒരു പേരുണ്ട്, ആർക്കെങ്കിലും അറിയാമോ? എല്ലാവരുടെയും മലയാളവും
നോട്ട് പ്രിൻസ്. അപ്പോ ആർക്കെല്ലാം അറിയാവോ? അല്ല, എല്ലാരും കേരളം ഓണം ട്രിവിയൽ വീക്കാണല്ലേ. ഇന്ദ്രസേനൻ. എന്നാ ഒരു എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. വാമനപുരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ട്രിവാൻഡ്രം. ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓണം എന്ന വാക്ക് വരുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? Name a place in Kerala that has the word Onam in it. ഓണത്തുരുത്ത്. അങ്ങനെ സ്ഥലം ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അമ്മ അറിയൂ? കറക്റ്റ്. ഓണാട്ടുകര. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്നർത്ഥം വരുന്ന സ്ഥലം ഏതാണ്? വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്നർത്ഥം വരുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു സ്ഥലം ഏതാണ്? Which place's name means the land where Vamana's foot was placed? ആ പേരിൽ തന്നെ ഉണ്ട്. Unfortunately, no. കോട്ടയം. No, നിങ്ങളുടെ സ്ഥലത്തിന് പേര് പറയാനല്ല പറഞ്ഞത്. കോട്ടയം. No, കോട്ടയോ? No way. കാഞ്ഞിരപ്പള്ളി. No, I wish, but no. തൃക്കാക്കര. തിരുക്കാക്കര എന്നാണ് അർത്ഥം. ഓക്കെ, തൃക്കാക്കരയാണത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞ് സലൈറ്റ് വാരിയേഴ്സിന്റെ വള്ളംകളിയാണ്. നമുക്ക് കേരളത്തിന് സ്വന്തമായിട്ട് ഒരു ഉശിരൻ ഗെയിം ഉണ്ടെങ്കിൽ അത് വള്ളംകളിയാണ്. ചുണ്ടൻ വള്ളം എന്നും പുന്നമടക്കായൽ എന്നും നെഹ്റു ട്രോഫി എന്നും ഒക്കെ കേട്ടാൽ എക്സൈറ്റഡ് ആവാത്ത മലയാളികൾ വിരളം. ആറ്റിൽ ബെറോയെ ആലപ്പുഴയാക്കാൻ ഇതാ എത്തുന്നു ഒരു കൊച്ചു ചുണ്ടൻ വള്ളവുമായി, SMC ചുണ്ടൻ വള്ളവുമായി.